നമസ്കാരം. എല്ലാവർക്കും CCTയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? 10/24/2023 അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ 100 ക്വസ്റ്റ്യൻസ് വരെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനിയിപ്പോൾ 101ാമത്തെ അക്കൗണ്ടൻസി മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് രാവിലെ. അപ്പം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, ഓരോ ക്വസ്റ്റ്യനും വായിച്ചു നോക്കുക, കൃത്യമായിട്ട് ആൻസർ കമന്റ് ചെയ്യുക, മുന്നോട്ട് പോവുക. ഓക്കെ, അടുത്ത എക്സാം ഡിസംബറിൽ ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ അതിനു മുമ്പ് നമുക്ക് പ്രീവിയസ് ഒക്കെ നല്ല രീതിയിൽ ഒന്ന് വർക്കൗട്ട് ചെയ്ത് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ തന്നെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് ആൻസർ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. ഇവിടെ നിന്ന് അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ, ലൈവ് സെക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് analysis considered with a different period. Option A vertical analysis, option B horizontal analysis, option C internal analysis, option D external analysis. ഏതാ ആൻസർ വരുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് കൺസേൺ വിത്ത് ഡിഫറെന്റ് പീരീഡ്. ആൻസർ കമന്റ് ചെയ്തേ. ഏതാണ് ഡിഫറെന്റ് പീരീഡ് ആകുമ്പോഴത്തേക്ക് എന്ത് വരും? ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി എന്താണ്? ഹൊറിസോണ്ടൽ അനാലിസിസ് ആണ്. മറന്നു പോകല്ലേ, പഠിച്ചു നോക്കുക. എന്താണ് ഹൊറിസോണ്ടൽ അനാലിസിസ് എന്നുള്ള കാര്യം ഓർത്തു നോക്കുക. എന്താണ് ഹൊറിസോണ്ടൽ അനാലിസിസ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഓക്കെ, ഹൊറിസോണ്ടൽ അനാലിസിസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. അക്കൗണ്ടിംഗ് ദാറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ടു മാനേജ്മെന്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. എന്ത് വരും ആൻസർ? ഓപ്ഷൻ എ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്, ഓപ്ഷൻ ബി കോസ്റ്റ് അക്കൗണ്ടിംഗ്, ഓപ്ഷൻ ബി മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്, ഓപ്ഷൻ ഡി ഇൻഫ്ലേഷൻ അക്കൗണ്ടിംഗ്. ഏതാണ്? ഏതാ ആൻസർ വരുന്നത്? കമന്റ് ചെയ്തേ. ഏതാ വരുന്നത്? ഓപ്ഷൻ സി മാനേജ്മെന്റ് അക്കൗണ്ട് ആണ് കേട്ടോ. മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. എന്താണ്? മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് വെച്ചാൽ എന്താണ്? ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഈസ് എ ടേൺ ഓവർ റേഷ്യോ ആണോ, ലിക്വിഡിറ്റി റേഷ്യോ ആണോ, കവറേജ് റേഷ്യോ ആണോ, അതോ ലിവറേജ് റേഷ്യോ ആണോ? വേഗം കമന്റ് ചെയ്തേ ആൻസർ. ഏതാ വരുന്നത്? ലിവറേജ് റേഷ്യോ അല്ലേ? ലിവറേജ് റേഷ്യോ. ഓപ്ഷൻ ഡി ലിവറേജ് റേഷ്യോ എന്നുള്ള കാര്യം ഓർത്തു വെക്കും കേട്ടോ. ലിവറേജ് റേഷ്യോ എന്നുള്ള കാര്യം ഓർത്തു വെക്കും. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് വെച്ചാൽ എന്താണ്? ലിവറേജ് റേഷ്യോ എന്നുള്ള കാര്യം ഓർത്തു വെക്കും കേട്ടോ. മറന്നു പോകല്ലേ, പഠിച്ചു വെക്കും. ലിവറേജ് റേഷ്യോ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ലിവറേജ് റേഷ്യോ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? The ratio between liquid asset and current asset is called. എന്താണ്? റേഷ്യോ ബിറ്റ്വീൻ ലിക്വിഡ് അസറ്റ് ആൻഡ് കറന്റ് അസറ്റ് എന്താണ്? കറന്റ് റേഷ്യോ ആണോ, ക്വിക്ക് റേഷ്യോ ആണോ, അസറ്റ് ടേൺ ഓവർ റേഷ്യോ ആണോ, പ്രൊപ്പറേറ്ററി റേഷ്യോ ആണോ? ഏതാണ് ആൻസർ വരുന്നത്? കമന്റ് ചെയ്തേ. ആൻസർ ഏതാണ്? ക്വിക്ക് റേഷ്യോ ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ക്വിക്ക് റേഷ്യോ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ക്വിക്ക് റേഷ്യോ, ദ റേഷ്യോ ബിറ്റ്വീൻ ലിക്വിഡ് അസറ്റ് ആൻഡ് കറന്റ് അസറ്റ് ഈസ് എന്താണ്? ക്വിക്ക് റേഷ്യോ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ക്വിക്ക് റേഷ്യോ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഓക്കെ, ക്വിക്ക് റേഷ്യോ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. എന്താണ്? ക്വിക്ക് റേഷ്യോ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അടുത്തത്, ദ റേഷ്യോ വിച്ച് ഹെൽപ് ടു ഫൈൻഡ് ദ എബിലിറ്റി ഓഫ് ആൻ ഓർഗനൈസേഷൻ ടു സർവീസ് ദ ലോങ് ടേം ഡെപ്റ്റ്. ഓപ്ഷൻ എ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, ഓപ്ഷൻ ബി നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്ഷൻ ഡി ലിവറേജ് റേഷ്യോ, ഓപ്ഷൻ ഡി കവറേജ് റേഷ്യോ. ഏതാണ് വരുന്നത്? ആൻസർ വരുന്നത് ഏതാണ്? ദ റേഷ്യോ വിച്ച് ഹെൽപ് ടു ഫൈൻഡ് ദ എബിലിറ്റി ഓഫ് ആൻ ഓർഗനൈസേഷൻ ടു സർവീസ് ദ ലോങ് ടേം ഡെപ്റ്റ്. ഏതാണ്? ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ആണോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ആണോ, ലിവറേജ് റേഷ്യോ ആണോ, കവറേജ് റേഷ്യോ ആണോ?
ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. കവറേജ് റേഷ്യോ ആണ്. നോട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അനാലിസിസ് ഓഫ് ദ ചേഞ്ച് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ ഫ്രം വൺ പീരീഡ് ടു അനദർ പീരീഡ്. ഓപ്ഷൻ എ ബാലൻസ് ഷീറ്റ്, ഓപ്ഷൻ ബി പി ആർ എൽ അക്കൗണ്ട്, ഓപ്ഷൻ സി ഫണ്ട് ഫ്ലോ അനാലിസിസ്, ഓപ്ഷൻ ഡി ക്യാഷ് ഫ്ലോ അനാലിസിസ്. ഏതാ ആൻസർ വരുന്നത്? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് ഏത് ആൻസർ വരുന്നത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. തെറ്റിക്കോട്ടെ, ആൻസറിലേക്ക് ഒന്ന് എത്താൻ ശ്രമിക്കുക. ഏതാ ആൻസർ വരുന്നത്? ആ, ഇവിടെ എന്താ വരുന്നത്? ഓപ്ഷൻ 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 സി ആണ്. ഫണ്ട് ഫ്ലോ അനാലിസിസ് അല്ലേ? ഫണ്ട് ഫ്ലോ അനാലിസിസ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ കണ്ടീഷൻ ഓഫ് നോൺ പ്രോഫിറ്റ് ലോസ് ഈസ് നോൺ as. ദ കണ്ടീഷൻ ഓഫ് നോൺ പ്രോഫിറ്റ് ലോസ് ഈസ് നോൺ as. ഓപ്ഷൻ എ മിഡ് പോയിന്റ്, ഓപ്ഷൻ ബി ബ്രേക്ക് ഈവൻ പോയിന്റ്, ഓപ്ഷൻ സി ഫിക്സഡ് പോയിന്റ്, ഓപ്ഷൻ ഡി സ്ട്രേറ്റ് പോയിന്റ്. ഓപ്ഷൻ ഡി സ്ട്രേറ്റ് പോയിന്റ്. ഏതാണ് ആൻസർ വരുന്നത്? ദ റേഷ്യോ വിച്ച് ഹെൽപ് ടു ഫൈൻഡ് ദ എബിലിറ്റി ഓഫ് ആൻ ഓർഗനൈസേഷൻ ടു സർവീസ് ലോങ് ടൈം ഡെപ്റ്റ്. ഏതാണ്? അത് കവറേജ് റേഷ്യോ ആണ് കേട്ടോ. ഏതാണ്? അത് നമ്മൾ പറഞ്ഞല്ലോ അല്ലെ. ഇനിയിപ്പോ ഏതാ? 107 അല്ലെ? 107. ആൻസർ ഏതാ വരുന്നത്? ബ്രേക്ക് ഈവൻ പോയിന്റ് അല്ലേ? ദ കണ്ടീഷൻ ഓഫ് നോൺ പ്രോഫിറ്റ് നോ പ്രോഫിറ്റ് നോ ലോസ് ഇസ് നോൺ as എന്താണ്? ബ്രേക്ക് ഈവൻ പോയിന്റ് കേട്ടോ. ബ്രേക്ക് ഈവൻ പോയിന്റ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അടുത്തത്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ സെയിൽസ് ആൻഡ് സെയിൽസ് അറ്റ് ദ ബ്രേക്ക് ഈവൻ പോയിന്റ് ഇസ് കോൾഡ്. എന്താണ്? അതാണ് മാർജിൻ ഓഫ് സേഫ്റ്റി കേട്ടോ. മാർജിൻ ഓഫ് സേഫ്റ്റി എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. എന്താണ്? മാർജിൻ ഓഫ് സേഫ്റ്റി എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. Analysis of deviation from actual and standard cost is called. Analysis of deviation from actual and standard cost is called. Option A variance analysis, option B cost analysis, option C budget analysis, option D inventory analysis. ഏതാണ്? വേഗം കമന്റ് ചെയ്തേ. ഏതാ ആൻസർ വരുന്നത്? വേഗം കമന്റ് ചെയ്യുക. ആൻസർ ഏത് വരും? ഓപ്ഷൻ എ വേരിയൻസ് അനാലിസിസ് ആണ് കേട്ടോ. ഓപ്ഷൻ എ വേരിയൻസ് അനാലിസിസ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. എന്താണ്? ഓപ്ഷൻ എ വേരിയൻസ് അനാലിസിസ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ അക്കൗണ്ടിംഗ് സിസ്റ്റം അഡോപ്റ്റഡ് ഫോർ കൺവേർട്ടിംഗ് ദ പാസ്റ്റ് ഫിനാൻഷ്യൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റെസിപ്റ്റ് അക്കോർഡിംഗ് ടു ദ കറന്റ് പ്രൈസ് ലെവൽ. എന്താണ്? ഓപ്ഷൻ എ മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ആണോ, ഇൻഫ്ലേഷൻ അക്കൗണ്ടിംഗ് ആണോ, റിവാലുവേഷൻ അക്കൗണ്ടിംഗ് ആണോ, ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആണോ? ഏതൊരു ആൻസർ? ഇസ് എ ഇൻഫ്ലേഷൻ അക്കൗണ്ടിംഗ് കേട്ടോ. ഇൻഫ്ലേഷൻ അക്കൗണ്ടിംഗ് ആണ്. ദ അക്കൗണ്ടിംഗ് സിസ്റ്റം adopt for converting the past financial expenditure and receipt according to the current price level. കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ദ അക്കൗണ്ട് വിച്ച് റെക്കോർഡ്സ് എ ട്രേഡേഴ്സ് ഡീലിംഗ് വിത്ത് അതർ കമ്പനീസ് ഓർ ഫെയർ. ഓപ്ഷൻ എ പേഴ്സണൽ അക്കൗണ്ട്, ഓപ്ഷൻ ബി നോമിനൽ അക്കൗണ്ട്, ഓപ്ഷൻ സി ഫിറ്റീഷ്യസ് അക്കൗണ്ട്, ഓപ്ഷൻ ഡി റിയൽ അക്കൗണ്ട്. ആൻസർ ഏതാണ്? അത് പേഴ്സണൽ അക്കൗണ്ട് ആണ് അല്ലേ? ഓപ്ഷൻ എ പേഴ്സണൽ അക്കൗണ്ട് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റെന്റ് അക്കൗണ്ട് കംസ് അണ്ടർ ഓപ്ഷൻ എ റിയൽ അക്കൗണ്ട്, ഓപ്ഷൻ ബി പേഴ്സണൽ അക്കൗണ്ട്, ഓപ്ഷൻ സി നോമിനൽ അക്കൗണ്ട്, ഓപ്ഷൻ ഡി ക്യാഷ് അക്കൗണ്ട്. റെന്റ് അക്കൗണ്ട് ഏതിനാണ്ടല്ല വരുന്നത്? റെന്റ് അക്കൗണ്ട് റെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണത്? എക്സ്പെൻസ്. അപ്പൊ നോമിനൽ അക്കൗണ്ട് ആണ് കേട്ടോ. നോമിനൽ അക്കൗണ്ട് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. നോമിനൽ അക്കൗണ്ട് കേട്ടോ. നോമിനൽ അക്കൗണ്ട് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഓപ്ഷൻ സി നോമിനൽ അക്കൗണ്ട് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ചെക്ക് ഡ്രോൺ ബൈ വൺ ബാങ്ക് ഓൺ അനദർ ആൻഡ് പേബിൾ ഓൺ ഡിമാൻഡ്. ഓപ്ഷൻ എ ക്ലോസ്ഡ് ചെക്ക്, ഓപ്ഷൻ ബി ബാങ്കേഴ്സ് ഡ്രാഫ്റ്റ്, ഓപ്ഷൻ സി ഓവർ ഡ്രാഫ്റ്റ്, ഓപ്ഷൻ ഡി പ്രോമിസറി നോട്ട്. ചെക്ക് ഡ്രോൺ ബൈ വൺ ബാങ്ക് ടു അനദർ ആൻഡ് പേബിൾ ഓൺ ഡിമാൻഡ്. ഏതാണത്? ബാങ്ക് ഡ്രാഫ്റ്റ് ആണ് ആൻസർ കേട്ടോ. ആൻസർ അതാണ് ബാങ്ക് ഡ്രാഫ്റ്റ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. എന്താണ് ആൻസർ വരുന്നത്? ബാങ്കേഴ്സ് ഡ്രാഫ്റ്റ് കേട്ടോ. ബാങ്കേഴ്സ് ഡ്രാഫ്റ്റ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഡോക്യുമെന്റ്സ് റെപ്രസെന്റിംഗ് മണി ഓർ മണി വർത്ത് ദ ടൈറ്റിൽ ടു വിച്ച് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ ബൈ എൻഡോഴ്സ്മെന്റ് ആൻഡ് ഡെലിവറി വൺ. ഓപ്ഷൻ എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്, ഓപ്ഷൻ ബി ക്വാളിഫൈഡ് അക്സെപ്റ്റൻസ്, ഓപ്ഷൻ സി ജനറൽ അക്സെപ്റ്റൻസ്, ഓപ്ഷൻ ഡി റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെന്റ്. ആൻസർ ഏതാ വരുന്നത്? ഇറ്റ്സ് എ document representing money or money worth, the title to which can be transferred from one person to another by endorsement and delivery only. negotiable instrument ആണ് കേട്ടോ. negotiable instrument എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. negotiable instrument എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. the allowance provide for prompt payment of bill. the allowance provide for prompt payment of bills. എന്താണ്? ക്യാഷ് ഡിസ്കൗണ്ട് ആണോ, ക്വാണ്ടിറ്റി ഡെപ്പോസിറ്റ് ആണോ, റിബേറ്റ് ആണോ, ട്രേഡ് ഡിസ്കൗണ്ട് ആണോ? ഏതാ ആൻസർ വരുന്നത്? ക്യാഷ് ഡിസ്കൗണ്ട് ആണ് കേട്ടോ. ക്യാഷ് ഡിസ്കൗണ്ട് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. എന്താണ്? ക്യാഷ് ഡിസ്കൗണ്ട് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ഓർഡർ ടു സീ വെദർ
All the entries are correctly transferred from original records into the ledger. Dash prepared. Option A general proper. Option B balance sheet. Option C trading account. Option D എന്താണ് ബാലൻസ് ഷീറ്റ് ട്രയൽ ബാലൻസ് ആൻസർ ചെയ്ത് വരും. In order to see whether all entries are correctly transferred from original records to ledger. ഏതാണ് ട്രയൽ ബാലൻസ് അല്ലേ? ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റൻ എന്താണ്? 117. അക്കൗണ്ട് വിച്ച് ഷോ ദ റിസൾട്ട് ഓഫ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ്. ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻസർ എന്ത് വരും? ഓപ്ഷൻ എ ഗുഡ്സ് അക്കൗണ്ട്, ഓപ്ഷൻ ബി ട്രേഡിംഗ് അക്കൗണ്ട്, ഓപ്ഷൻ സി ക്യാഷ് അക്കൗണ്ട്, ഓപ്ഷൻ ഡി സെയിൽസ് അക്കൗണ്ട്. ആൻസർ ഏതാണ് വരുന്നത്? 117 ക്വസ്റ്റൻ നോക്കിയേ. ഏതാണ്? അക്കൗണ്ട്സ് വിച്ച് ഷോ ദ റിസൾട്ട് ഓഫ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ്. അപ്പം തന്നെ നമുക്കറിയാം ഗുഡ്സിന്റെ ആണ് അല്ലെ? അപ്പൊ ട്രേഡിംഗ് ആണ് വരുന്നത്. അപ്പൊ ട്രേഡിംഗ് അക്കൗണ്ട് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കിയാൽ ഡെബിറ്റ് ബാലൻസ് ഇൻ പി ആർ അക്കൗണ്ട് റെപ്രസെന്റ്. ഡെബിറ്റ് ബാലൻസ് പി ആർ അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് കാണിച്ചാൽ നെറ്റ് ലോസ് ആണോ, നെറ്റ് പ്രോഫിറ്റ് ആണോ, ഗ്രോസ് പ്രോഫിറ്റ് ആണോ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണോ? എന്താണ് ഡെബിറ്റ് ബാലൻസ്? ഡെബിറ്റ് ബാലൻസ് കാണിക്കുവാണെങ്കിൽ എന്താ വരുന്നത്? ഡെബിറ്റ് ബാലൻസ്. ഡെബിറ്റ് ബാലൻസ് ഇൻ പി ആർ അക്കൗണ്ട് അല്ലെ? ഡെബിറ്റ് ബാലൻസ് ഇൻ പി ആർ അക്കൗണ്ട് എന്താണത്? അത് നെറ്റ് ലോസ് അല്ലേ? നെറ്റ് ലോസ് അല്ലേ? ഡെബിറ്റ് ബാലൻസ് ഇൻ പി ആർ അക്കൗണ്ട് എന്താണ്? ആ നെറ്റ് ലോസ് ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കും. ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ എന്താണ്? നെറ്റ് ലോസ് ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കും കേട്ടോ. ഡെബിറ്റ് ബാലൻസ് നെറ്റ് ലോസ് ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കും. എവിടെയാണ്? പി ആർ അക്കൗണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. All balance relating to expense or gain will go to. Option A balance sheet, option B trading account, option C PR account, option D capital account. ഏതൊരു ആൻസർ? ഓൾ ബാലൻസ് റിലേറ്റിംഗ് ടു എക്സ്പെൻസ് ഓർ ഗെയിൻ വിൽ ഗോ ടു. എവിടെയാണ്? ഇത് പി ആർ അക്കൗണ്ടിലല്ലേ പോത്തുള്ളൂ. ഓൾ ബാലൻസ് റിലേറ്റിംഗ് ടു ദ എക്സ്പെൻസ് അല്ലേ? അപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് കേട്ടോ. പ്രോഫിറ്റ് എക്സ്പെൻസ് ഓർ ഗെയിൻ അതെങ്ങോട്ടാണ്? ആ പ്രോഫിറ്റ് ആൻഡ് അക്കൗണ്ടിലേക്കാണ് പോകുന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 120 ക്വസ്റ്റ്യൻ നോക്കിയേ. എ പാർട്ണർഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ പേഴ്സൺസ് കൺഫൈൻഡ് ടു എ ബിസിനസ്. ഓപ്ഷൻ എ മെർജർ, ഓപ്ഷൻ ബി അക്വിസിഷൻ, ഓപ്ഷൻ സി കൊളാബറേഷൻ, ഓപ്ഷൻ ഡി ജോയിന്റ് വെഞ്ചർ. ഏതായിരിക്കും ആൻസർ? നമുക്കറിയാം ഏതാണ്? പാർട്ണർഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ പേഴ്സൺ. അപ്പം തന്നെ അറിയാം ജോയിന്റ് വെഞ്ചർ എന്നുള്ള കാര്യം ഓർത്ത് വെക്കും കേട്ടോ. ജോയിന്റ് വെഞ്ചർ എന്നുള്ള കാര്യം ഓർത്ത് വെക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. പേ ഓഫ് എ ചെക്ക് ഈസ് ദ. ഓപ്ഷൻ എ ബെനിഫിഷ്യറി ഹു റിസീവ് ദ മണി. ഓപ്ഷൻ എ ബെനിഫിഷ്യറി ഹു റിസീവ് the money. Option B account holder who signed the check. Option C bank who collect the check on behalf of the customer. Option D bank branch where the account holder maintains his account. ആൻസർ ഏത് വരും? ഓപ്ഷൻ എ ആണ് കേട്ടോ. ബെനിഫിഷ്യറി ഹു റിസീവ് മണി. ബെനിഫിഷ്യറി ഹു റിസീവ് മണിയാണ് ആൻസർ ആയിട്ട് വരുന്നുള്ള കാര്യം ഓർത്ത് വെക്കും കേട്ടോ. പേ ഓഫ് ചെക്ക് ഈസ് എന്താണ്? ചെക്ക് അറിയാമല്ലോ, നമുക്കത് നമ്മൾ പഠിച്ചാണ്. ബെനിഫിഷ്യറി ഹു റിസീവ് ദ മണി എന്താണ്? അത് പേ ഓഫ് ദി ചെക്ക് എന്നുള്ള കാര്യം ഓർത്ത് വെക്കും കേട്ടോ. പേ ഓഫ് ദി ചെക്ക് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ BCSBI സ്റ്റാൻഡ്സ് ഫോർ. ഓപ്ഷൻ എ ബാങ്കിങ് കസ്റ്റമർ ആൻഡ് സ്റ്റാഫ് ബോഡി ഓഫ് ഇന്ത്യ. ഓപ്ഷൻ ബി ബാങ്കിങ് കോഡ് ആൻഡ് സ്റ്റാൻഡേർഡ് ബോർഡ് ഓഫ് ഇന്ത്യ. ഓപ്ഷൻ സി ബാങ്കിങ് കറൻസി ആൻഡ് സെക്യൂരിറ്റി ബോർഡ് ഓഫ് ഇന്ത്യ. ഓപ്ഷൻ ഡി ബിസിനസ് കറസ്പോണ്ടന്റ് ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ആൻസർ ചെയ്ത് വരും? ഓപ്ഷൻ ബി ആണ് കേട്ടോ. ബാങ്കിങ് കോഡ് ആൻഡ് സ്റ്റാൻഡേർഡ് ബോർഡ് ഓഫ് ഇന്ത്യ ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. കീപ്പിംഗ് ഗുഡ്സ് ഇൻ സേഫ് കസ്റ്റഡി ഈസ് as per provision. ഓപ്ഷൻ എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട്, ഓപ്ഷൻ ബി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, ഓപ്ഷൻ സി ഇന്ത്യൻ പാർലമെന്റ് ആക്ട്, ഓപ്ഷൻ ബി ഓപ്ഷൻ സി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, ഓപ്ഷൻ ഡി ഇന്ത്യൻ കമ്പനീസ് ആക്ട്. ഏതാണ്? ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആണ് കേട്ടോ. കീപ്പിംഗ് ഗുഡ്സ് ഇൻ സേഫ് കസ്റ്റഡി as a provision of Indian Contract Act. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ 1 rupee notes are issued under the signature of whom? Governor of RBI, Finance Secretary, Governor of RBI, Deputy Governor of RBI, Secretary Department of Financial Service. ആൻസർ ചെയ്ത് വരും? ഫിനാൻസ് സെക്രട്ടറി ആണ് കേട്ടോ. ഫിനാൻസ് സെക്രട്ടറി എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഫിനാൻസ് സെക്രട്ടറി എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is not a source of working capital for manufacturing firm? Option A sundry creditor, option B unsecured advance, option C bank term loans, option D bank overdraft. ഏതാണ്? Which of the following is not a source of working capital? ഏതാണ് വരുന്നത് ആൻസർ? ഏതാണ്? ബാങ്ക് ടേം ലോൺ അല്ലേ? ബാങ്ക് ടേം ലോൺ ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കും കേട്ടോ. അതൊരു എന്താണ് പറയുന്നത്? ഈ പറയുന്ന ഒരു വർക്കിംഗ് ക്യാപിറ്റൽ അല്ല എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, നോട്ട് എ സോഴ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, സോഴ്സ് അല്ല. വിച്ച് ക്രോസിംഗ് ഇസ് നോട്ട് recognized by NI Act. 126 ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ക്രോസിംഗ് ഇസ് നോട്ട് recognized
by NI Act. Option A special crossing, option B account paying crossing, option C not negotiable crossing, option D general crossing. Answer ചെയ്ത് വരും ഓപ്ഷൻ ബി ആണ് കേട്ടോ. അക്കൗണ്ട് പേ ക്രോസിംഗ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. എന്താണ് അക്കൗണ്ട് പേ ക്രോസിംഗ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ദ കൊമേഴ്ഷ്യൽ പേപ്പർ ക്യാൻ ബി ഇഷ്യൂഡ് ബൈ ഓപ്ഷൻ എ കോർപ്പറേറ്റ്, ഓപ്ഷൻ ബി കോർപ്പറേറ്റ് ആൻഡ് പാർട്ണർഷിപ്പ് ഫേംസ്, ഓപ്ഷൻ സി എനി ബിസിനസ് എന്റിറ്റി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഏതൊരു ആൻസർ? കോർപ്പറേറ്റ്സ് ആണ് കേട്ടോ. കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യുന്നവരാണ് കോർപ്പറേറ്റ്സ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഡെഫിഷ്യൻസി in loan documentation in an example of which type of risk? Credit risk ആണോ, operational risk ആണോ, market risk ആണോ, liquidity risk ആണോ? എന്താണ്? Deficiency in loan documentation is an example of which type of risk? അതൊരു ഓപ്പറേഷണൽ റിസ്ക് ആണ് കേട്ടോ. അതൊരു ഓപ്പറേഷണൽ റിസ്ക് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഓപ്ഷൻ ബി ഓപ്പറേഷണൽ റിസ്ക് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which is not correct regarding promissory note? In writing containing conditional undertaking or promise, single signed by the maker, requires payment of stamp duty. There are three parties in promissory note: drawer, drawing, and pay. It is not correct അല്ലേ? ഇപ്പൊ ഏതാ വരുന്നത്? ആൻസർ ഏതാണ്? promissory note മൂന്ന് പാർട്ടീസ് ഉണ്ടോ? ഇല്ല അല്ലേ, രണ്ട് പാർട്ടീസ് അല്ലേ ഉള്ളൂ. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി എന്നുള്ള കാര്യം ഓർത്തു വെക്കും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ 130 ക്വസ്റ്റ്യൻ നോക്കിയേ. അണ്ടർ സെക്ഷൻ 26 ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് വിച്ച് വൺ ഈസ് കറക്റ്റ്? വിച്ച് വൺ ഈസ് കറക്റ്റ്? വിച്ച് വൺ ഈസ് കറക്റ്റ്? ഏത് ആൻസർ വരുന്നത്? വിച്ച് വൺ ഈസ് കറക്റ്റ്? എ മൈനർ കനോട്ട് ഡ്രോ പ്രോമിസറി നോട്ട് ഓർ ചെക്ക്. ഓപ്ഷൻ എ ആണത്. ഓപ്ഷൻ ബി നോക്കിയേ. എ മൈനർ ഹു ഹാസ് ബീൻ അഡ്മിറ്റഡ് ടു ദ പാർട്ണർഷിപ്പ് ഫേം ക്യാൻ ഡ്രോ എ ചെക്ക്. ഓപ്ഷൻ സി എ മൈനർ ക്യാൻ ഡ്രോ അക്സെപ്റ്റ് എൻഡോഴ്സ് ആൻഡ് നെഗോഷ്യബിൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് പ്രോമിസറി നോട്ട് ഓർ ചെക്ക് binding all parties except himself. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ഓപ്ഷൻ എ മൈനർ ക്യാൻ ബി ഹെൽഡ് ലയബിൾ ഫോർ ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഹി അല്ലെങ്കിൽ ഷീ ഹാസ് അക്സെപ്റ്റഡ്. ഏത് ആൻസർ വരുന്നത്? 130 ഏതാണ്? എ മൈനർ ക്യാൻ ഡ്രോ അക്സെപ്റ്റ് എൻഡോഴ്സ് ആൻഡ് നെഗോഷിയേറ്റ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് പ്രോമിസറി നോട്ട് ഓർ ചെക്ക് ബൈൻഡിങ് ഓൾ പാർട്ടീസ് എക്സെപ്റ്റ് ഹിം. അതാണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. മറന്നുപോലെ പഠിച്ചു വെക്കണം, ഇനി വേണമെങ്കിൽ ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ചാർജ് ഓൺ മൂവബിൾ അസറ്റ് വിത്തൗട്ട് പൊസിഷൻ ഓഫ് ദ ബാങ്ക് ഇസ് കോൾഡ്. ഓപ്ഷൻ എ ലീൻ, ഓപ്ഷൻ ബി അസൈൻമെന്റ്, ഓപ്ഷൻ സി മോർഗേജ്, ഓപ്ഷൻ ഡി ഹൈപ്പോത്തിക്കേഷൻ. ഏത് ആൻസർ വരുന്നത്? ഹൈപ്പോത്തിക്കേഷൻ ആണ് കേട്ടോ. ഹൈപ്പോത്തിക്കേഷൻ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഹൈപ്പോത്തിക്കേഷൻ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ചാർജ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ടു ബി ക്രിയേറ്റഡ് ഈസ് നോൺ എസ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി നമുക്കറിയാതായിരിക്കും. ആ മോർഗേജ് ആണ് കേട്ടോ. മോർഗേജ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അത് മാത്രമേ ഉള്ളൂ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ടുള്ളത്. ഓർത്തു വെച്ചോണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യന്. മച്യൂർഡ് ടേം ഡെപ്പോസിറ്റ് ഈസ് ക്ലാസിഫൈഡ് as ഓപ്ഷൻ എ ടേം ഡെപ്പോസിറ്റ്, ഓപ്ഷൻ ബി ഡിമാൻഡ് ഡെപ്പോസിറ്റ്, ഓപ്ഷൻ സി കണ്ടിജന്റ് ലയബിലിറ്റി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. മച്യൂർഡ് ഡെപ്പോസിറ്റ്. മച്യൂർഡ് ഡെപ്പോസിറ്റ് എന്താണ്? അതൊരു എന്താണ്? അത് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആണ് കേട്ടോ. ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആണ് ഈ പറഞ്ഞ മച്യൂർഡ് ഡെപ്പോസിറ്റ്. ഓക്കെ, എഫ് ഡി. ഓക്കെ, ആൻസർ എന്താ? ഓപ്ഷൻ ബി എന്നുള്ള കാര്യം ഓർത്തു വെക്കും. ഓപ്ഷൻ ബി എന്നുള്ള കാര്യം ഓർത്തു വെക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ proportion of paid up capital contributed by central government, state government and sponsored bank in the case of RB? ഓക്കെ, അതിന്റെ റേഷ്യോ എത്ര ചോദിച്ചിരിക്കുന്നു? ഓപ്ഷൻ എ 25:25:50, ഓപ്ഷൻ ബി 30:50:15, ഓപ്ഷൻ സി 50:35:15, ഓപ്ഷൻ ഡി 50:15:35. ആൻസർ ചെയ്ത് വരും. റേഷ്യോ എത്രയാണ്? 50:15:35 കേട്ടോ. സെൻട്രലില് 50, സ്റ്റേറ്റ് 15, സ്പോൺസർഡ് ബാങ്ക് 35 കേട്ടോ. മറന്നു പോകല്ലേ, പഠിച്ചു. അടുത്ത പരീക്ഷയ്ക്ക് വീണ്ടും ചോദിച്ചിട്ടുള്ളതായിട്ടാണ് കണ്ടുള്ളത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വെൻ ബാങ്കർ ഈസ് ദ ട്രസ്റ്റി, കസ്റ്റമർ ഈസ് ദ. സ്വാഭാവികമായിട്ട് നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന ഒരു ആൻസർ ആണ് അല്ലേ? എന്തായിരിക്കും? ട്രസ്റ്റി ആൻഡ് ബെനിഫിഷ്യറി അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും കസ്റ്റമർ ആയിരിക്കും, ബെനിഫിഷ്യറി ആയിരിക്കും, സംശയം വേണ്ട. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. In the capital of nationalized banks, the share of the central government should not be less than. Option A 74%, option B 67%, option B 67%, option C 51%, option D 49%. ആൻസർ ഏത് വരും? ആൻസർ ഏത് വരും? ആ 51% എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അത് 51% എന്നുള്ള കാര്യം ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ.
Statutory liquidity ratio SLR maintained. SLR maintained. Statutory liquidity ratio SLR maintained as per which of the following? Which of the following? Option A, Section 42, subsection 1 of RBI Act, Section 42 of Banking Regulation Act, Section 42 of RBI Act, Section 24 of Banking Regulation Act. എവിടെയാണ് ഈ പറയുന്ന SLRനെ പറ്റി പ്രതിപാദിക്കുന്നത്? SLR ആ സെക്ഷൻ 24 ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് കേട്ടോ. സെക്ഷൻ 24 ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിനകത്താണ് ഈ പറഞ്ഞ SLRനെ പറ്റി പ്രതിപാദിക്കുന്നുള്ള കാര്യം ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, എന്താണ് collateral security means? Collateral security means option A, goods as security, pledged, hypothecated, advance against the supply of bill. Option C, advance against raw material, additional security given by the borrower over the above the asset on which loan is given. ഏതാ ആൻസർ വരുന്നത്? അല്ലെ, അഡീഷണൽ സെക്യൂരിറ്റി അല്ലേ ഈ പറഞ്ഞ collateral security എന്ന് വെച്ചാൽ അഡീഷണൽ സെക്യൂരിറ്റി. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് ആ ഫസ്റ്റ് സെന്റൻസ് വായിക്കുമ്പോൾ നമുക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും കേട്ടോ. ഓപ്ഷൻ ഡി എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 139ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ടു ബി ഷെഡ്യൂൾഡ് ബാങ്ക്, ദ ബാങ്ക് ഹാസ് ടു ബി വൺ ഓഫ് ദി ഫോളോയിങ്. ആൻസർ ഏതാ? കമന്റ് ചെയ്തേ. State Cooperative Bank, company defined under Section 3 of Companies Act, and institution notified by central government. ഇതെല്ലാം ആൻസർ ശരിയായിട്ടല്ലേ വരുന്നത്? ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്? ഓൾ ഓഫ് ദി എനി ഓഫ് ദി എബോ ആണ് കേട്ടോ. എനി ഓഫ് ദി എബോ എന്ന് പറഞ്ഞാൽ എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോയർ ഓഫ് എ ചെക്ക് ഈസ്. അതിന്റെ ആൻസർ എനി ഓഫ് ദി എബോ ആണ് കേട്ടോ. 139. 140ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. Drawer of a check is the option A, beneficiary who received the money. Option B, account holder who signed the check. Option C, bank who collect the check on behalf of the customer. Option D, bank branch where the account holder maintains his account. Answer ഏത് വരും? ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ. അക്കൗണ്ട് ഹോൾഡർ ഹൂ സൈൻ ദി ചെക്ക് അങ്ങനല്ലേ വരത്തുള്ളൂ. ഡ്രോയർ ഓഫ് എ ചെക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അക്കൗണ്ട് ഹോൾഡർ ഹൂ സൈൻ ദ ചെക്ക് ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നുള്ള കാര്യം ഓർത്തു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ഫിനാൻഷ്യൽ ഹെൽത്ത് ഓഫ് എ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ. ഓപ്ഷൻ എ, നെറ്റ്വർത്ത്. ഓപ്ഷൻ ബി, കറണ്ട് അസറ്റ്. ഓപ്ഷൻ ബി, ലിക്വിഡ് റേഷ്യോ. ഓപ്ഷൻ സി, CRAR. ഏതാണ്? ദ ഫിനാൻഷ്യൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? തീർച്ചയായിട്ടും ക്യാപിറ്റൽ അഡ്വക്കസി റേഷ്യോ ആയിരിക്കും അല്ലെ. CRAR ആയിരിക്കും കേട്ടോ. CRAR ആയിരിക്കും. കാരണം നമ്മളൊരു ബാങ്ക് എത്ര നമുക്ക് ഡെപ്പോസിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും അത് മുഴുവനോടെ നമ്മൾ ലോണായിട്ട് കൊടുക്കാൻ പാടില്ല. അതിന്റെ ശതമാനം നമ്മൾ എന്താ ക്യാപിറ്റൽ റിസർവ് ആയിട്ട് കീപ്പ് ചെയ്യണം. CRAR നമ്മൾ കീപ്പ് ചെയ്യണം. അല്ലെങ്കിൽ ബാങ്ക് എന്ത് സംഭവിക്കും? ബാങ്ക് പൊട്ടിപ്പോവും കേട്ടോ. ബാങ്ക് പൊട്ടിപ്പോവും. ഓക്കെ, അപ്പൊ നമ്മളത് CRAR ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താ ഹെൽത്ത് ഓഫ് ദി കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ തന്നെ CRAR എന്ന് പറഞ്ഞാൽ യാതൊരു തെറ്റുമില്ല. വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആണത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഡാഷ് ടു സബ്മിറ്റ് ദ ഫൈനൽ അക്കൗണ്ട് ഫോർ ഓഡിറ്റ് ആസ് പെർ സെക്ഷൻ 64(4)A of KCS Act. ഓപ്ഷൻ എ, ചീഫ് എക്സിക്യൂട്ടീവ്. ഓപ്ഷൻ ബി, ജനറൽ ബോഡി. ഓപ്ഷൻ സി, മാനേജിംഗ് കമ്മിറ്റി. ഓപ്ഷൻ ഡി, ഓഡിറ്റ് കമ്മിറ്റി. ആൻസർ ഏത് വരും? മാനേജിംഗ് കമ്മിറ്റി അല്ലേ. മാനേജിംഗ് കമ്മിറ്റി അല്ലേ ഈ പറയുന്ന എന്താണ് ഫൈനൽ അക്കൗണ്ട് അല്ലേ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തയ്യാറാക്കുന്ന മാനേജിംഗ് കമ്മിറ്റി അല്ലേ. റെസ്പോൺസിബിലിറ്റി തയ്യാറാക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? മാനേജിംഗ് കമ്മിറ്റിക്കുള്ളതാണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ സ്റ്റേറ്റ്മെന്റ് വിച്ച് കണ്ടെയ്ൻസ് എ ക്ലാസിഫൈഡ് സമ്മറി ഓർ ലിസ്റ്റ് ഓഫ് ഓൾ ക്ലോസിംഗ് ബാലൻസ് ഷോൺ ഇൻ ജനറൽ ലെഡ്ജർ ഈസ് നോൺ ആസ്. ഓപ്ഷൻ എ, റെസിപ്റ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ് സ്റ്റേറ്റ്മെന്റ്. ഓപ്ഷൻ ബി, ബാലൻസ് ഷീറ്റ്. ഓപ്ഷൻ സി, ട്രയൽ ബാലൻസ്. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദിസ്. ഏതാ ആൻസർ വരുന്നത്? ഏതാണ് ആൻസർ? ഓപ്ഷൻ സി എന്നുള്ള കാര്യം ഓർത്തു വെക്കുക കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ്? അത് ഇവിടെ ട്രയൽ ബാലൻസ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക കേട്ടോ. ട്രയൽ ബാലൻസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്റ്റേറ്റ്മെന്റ് വിച്ച് കണ്ടെയ്ൻസ് ക്ലാസിഫൈഡ് സമ്മറി ഓർ ലിസ്റ്റ് ഓഫ് ക്ലോസിംഗ് ബാലൻസ് ഷോൺ ഇൻ ദ ജനറൽ ലെഡ്ജർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഓഡിറ്റ് ആനുവൽ സ്റ്റോക്ക് വെരിഫിക്കേഷൻ. ആനുവൽ സ്റ്റോക്ക് വെരിഫിക്കേഷൻ സ്റ്റേറ്റ്മെന്റ് ഈസ് ടു ബി സർട്ടിഫൈഡ് ബൈ പ്രസിഡന്റ് ആൻഡ് സെക്രട്ടറി ആൻഡ് ഡയറക്ടേഴ്സ്, ഓഡിറ്റ് കമ്മിറ്റി, ഡയറക്ടർ, നൺ ഓഫ് ദി എബോ. ആരാണ് ആനുവൽ സ്റ്റോക്ക് വെരിഫിക്കേഷൻ ആരാണ് സർട്ടിഫൈ ചെയ്യേണ്ട? ആരാണ് വേഗം കമന്റ് ചെയ്ത്. ആരായിരിക്കണം സർട്ടിഫൈ ചെയ്യേണ്ടത്? പ്രസിഡന്റ്, സെക്രട്ടറി ആൻഡ് ഡയറക്ടർ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. It shall be the duty of dash cases in audit the account of every society at least dash in every year. Option A,
Managing committee once, option B chief executive twice, option C audit committee once, option D all of the above. Answer ചെയ്ത് വരും. Managing committee once. It's a duty of all managing committee. This is audit the accounts of every society at least once in a year. കേട്ടോ, ഓപ്ഷൻ എ ആണ്, മാനേജിംഗ് കമ്മിറ്റി ആണ് ആൻസർ ആയിട്ട് വരുന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റൻ നോക്കിയേ, ദ അക്കൗണ്ട്സ് ഓഫ് എവറി സൊസൈറ്റി ഷാൽ ബി ഓഡിറ്റഡ് വിത്തിൻ ഡാഷ് ദ ക്ലോസ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ഒന്നാണ് അല്ലേ. എത്രയാണ്? 6 months. 6 months എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. 6 months എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റൻ നോക്കിയേ, ദ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഓഫ് ഓൾ അപ്പെക്സ് സൊസൈറ്റി ഷാൽ ബി ഓഡിറ്റഡ് ബൈ. ആരായിരിക്കും? അപ്പെക്സ് സൊസൈറ്റിയുടെ ആരായിരിക്കും? ഓഡിറ്റ് ഫേംസ് ആണ് കേട്ടോ, ഓഡിറ്റ് ഫേംസ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് റിക്വയർഡ് ഫോർ ഓഡിറ്റ് ഷാൽ ബി പ്രിപ്പയർഡ് ബൈ ചീഫ് എക്സിക്യൂട്ടീവ് വിത്തിൻ 1 month കേട്ടോ. ഒരു മാസമാണ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്, ഓഡിറ്റിന്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് ചീഫ് എക്സിക്യൂട്ടീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ തയ്യാറാക്കാൻ വേണ്ടി ഒരു മാസമാണ്. അത് കഴിഞ്ഞ് മാനേജിംഗ് കമ്മിറ്റിക്ക് കൊടുക്കുന്നു. മാനേജിംഗ് കമ്മിറ്റി അത് ഒരു മാസം കൊണ്ട് വെരിഫൈ ചെയ്തിട്ട് പിന്നീടാണ് അത് ആർക്ക് കൊടുക്കുന്നത്? ഓഡിറ്റർക്ക് നൽകുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ നോക്കിയേ, ദ ക്വാളിഫിക്കേഷൻ ഓഫ് ഓഡിറ്റർ ഓഫ് എ കോർപ്പറേറ്റ് സൊസൈറ്റി ഈസ് ലെയ്ഡ് ഡൗൺ ഇൻ. എവിടെയാണ്? സെക്ഷൻ 63 ആണോ, സെക്ഷൻ 64 ആണോ, റൂൾ 64 ആണോ, റൂൾ 64A ആണോ? ക്വാളിഫിക്കേഷൻ ചോദിച്ചിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ ഓഫ് ഓഡിറ്റ് റൂൾ 64A ആണ് കേട്ടോ. റൂൾ 64A എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. പഠിച്ചു പോകും, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം കേട്ടോ. റൂൾ 64A എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് നീഡ് പേ ഡാഷ് ഓഫ് ദി റേറ്റ് ഓഫ് ഓഡിറ്റ് ഫീ ചാർജബിൾ. ഓപ്ഷൻ എ 1/3, ഓപ്ഷൻ ബി ഹാഫ്, ഓപ്ഷൻ സി 1/4, ഓപ്ഷൻ ഡി 2/3. ആൻസർ എന്താണ്? വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് നീഡ് പേ ഡാഷ് ഓഫ് ദി റേറ്റ് ഓഫ് ഓഡിറ്റ് ഫീ ചാർജബിൾ. ഹാഫ് ആണ് കേട്ടോ, മറന്നു പോകല്ലേ. വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഹാഫ് ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക കേട്ടോ. ആ ഹാഫ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, എൻടെ വാസ്. ഓപ്ഷൻ എ ഗവൺമെന്റ് ഓർഗനൈസേഷൻ, ഓപ്ഷൻ ബി നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ, ഓപ്ഷൻ സി കോർപ്പറേറ്റ് ഓർഗനൈസേഷൻ സ്പോൺസർഡ് ബൈ ഗവൺമെന്റ്, ഓപ്ഷൻ ഡി എന്താണ്? നൺ ഓഫ് ദി അബോവ്. ആൻസർ ഏതാണ്? കോർപ്പറേറ്റ് ഓർഗനൈസേഷൻ സ്പോൺസേഡ് ബൈ ഗവൺമെന്റ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സെക്ഷൻ 76 ഓഫ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എംപവേഴ്സ്. എന്താണ് സെക്ഷൻ 76? മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇതിനെ പറ്റിയാണ് പറയുന്നത്. സെക്ഷൻ 76 അത് റൈറ്റ് ഓഫ് ഓഡിറ്റർ ഓഫ് അറ്റൻഡഡ് ജനറൽ ബോഡിയെ പറ്റിയാണ് കേട്ടോ. ജനറൽ മീറ്റിങ്ങിനെ പറ്റിയാണ്, ജനറൽ ബോഡി അല്ല, ജനറൽ മീറ്റിങ്ങിനെ പറ്റിയാണ്. റൈറ്റ് ഓഫ് ഓഡിറ്റർ ടു അറ്റൻഡ് ജനറൽ മീറ്റിങ്ങിനെ പറ്റിയാണ് ഈ പറയുന്ന മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് സെക്ഷൻ 76 പ്രതിപാദിക്കുന്നുള്ള കാര്യം ഓർത്തു വെക്കും കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ നോക്കിയേ, ആസ് പെർ ദ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട്, as per the Cooperative Credit Societies Act 1904, the annual credit of each cooperative society was the duty of option A director of cooperative audit, option B government, option C cooperative union, option D registrar. ആരുടെയാണ്? annual audit of each cooperative society was duty ആരുടെയാണ്? രജിസ്ട്രാർ ആണ് കേട്ടോ. 1904 ആക്ട് പ്രകാരമാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് രജിസ്ട്രാർ പോകുന്നത്. ഓഡിറ്റിന്റെ അധികാരം ആർക്കാണ്? രജിസ്ട്രാർക്ക് എന്ന് പറയും. മനസ്സിലാക്കി തന്നെ പരീക്ഷയ്ക്ക് എഴുതണം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ, ദ ഓഡിറ്റർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് അപ്പോയിന്റഡ് ബൈ. ആരായിരിക്കും ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യുന്നത്? സംശയമുണ്ടോ? ജനറൽ ബോഡിയാണ് കേട്ടോ, യാതൊരു സംശയമില്ലാത്ത വേണ്ട ജനറൽ ബോഡി എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കിയേ, ഇറ്റ് ഈസ് ത്രൂ ഓഡിറ്റ് അലോൺ that an effective control can be exercised over the movement. Specify the committee which standard is. Option A All India Rural Credit Survey Committee, option B McLagan Committee, option C Sariya Committee, option D Midra Committee. Answer ഇത് വരും. ഏത് കമ്മിറ്റിയാണ്? മക്ലഗാൻ കമ്മിറ്റി അല്ലേ വരുന്നത്? മക്ലഗാൻ അല്ലേ എക്സ്കാവേറ്റർ അധ്യക്ഷനുള്ള മാൾഗ അല്ലേ ഈ പറയുന്ന എന്താണ്? മക്ലഗാൻ കമ്മിറ്റിയാണ് കേട്ടോ. റോയൽ കമ്മീഷൻ എക്സ്കാവേറ്റർ. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ഇവിടെ മക്ലഗാൻ കമ്മിറ്റി എന്നുള്ള കാര്യം ഓർത്തു കേട്ടോ. ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഇവിടെ ആൻസർ എന്താണ്? മക്ലഗാൻ കമ്മിറ്റി എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. The Kerala Cooperative Audit Manual was first published in the year.
ഓപ്ഷൻ എ 1983, ഓപ്ഷൻ ബി 1983, 1900, 1969, 2001. ആൻസർ ഏതാണ്? ദ കേരള കോപ്പറേറ്റീവ് ഓഡിറ്റ് മാനുവൽ വാസ് ഫസ്റ്റ് പബ്ലിഷ്ഡ് ഏത് വർഷമാണ്? അത് 1983 എന്നുള്ള കാര്യം ഓർത്തു വെക്കും. 83 ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തതാണ്. ആ 83 എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. മറന്നുപോലെ പഠിച്ചു വെക്കണം. അടുത്ത ക്വസ്റ്റൻ നോക്കിയേ. ദ ഡിപ്രിസിയേഷൻ ഓഫ് കമ്പ്യൂട്ടർ ഈസ് ചാർജ്ഡ് അറ്റ് ഡാഷ് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഡിപ്രിസിയേഷൻ ഓഫ് എ കമ്പ്യൂട്ടറിന്റെ 34.3 അങ്ങനെയാണ് ഇവിടെ നൺ ഓഫ് ദി അബോ ആണ് ആൻസർ കേട്ടോ. ലാൻഡ് ഡിപ്രിസിയേഷൻ ഇല്ല, അതൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചോണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കിയേ. ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഷുഡ് ബി entrusted to an agency independent independent of register of cooperative society. Whose option is this? Option A McLagan, option B Committee on Cooperative Law, option C Midra, option Midra Committee, option D Goldwala Committee. Audit of cooperative institution should be ensured to an agency independent of register of cooperative society. Whose option is this? ആരുടെയാണ് അത്? മൃദുല കമ്മിറ്റിയാണ് കേട്ടോ. മൃദുല കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആണ് കേട്ടോ, മറന്നു പോകല്ലേ. ഏത് കമ്മിറ്റിയാണ്? മൃദുല കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. എന്താണ്? ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഷുഡ് ബി എൻഷുവേർഡ് ടു അൻ ഏജൻസി ഇൻഡിപെൻഡന്റ് ഓഫ് രജിസ്റ്റർ. ആരാണ്? മൃദുല കമ്മിറ്റിയാണെന്ന് റിപ്പോർട്ട് സമർപ്പിച്ചു എന്നുള്ള കാര്യം ഓർത്തു വെക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റൻ എന്താണ്? ഒന്ന് വായിച്ചേ. The maximum amount that can be credited to member relief fund by way of profit appropriation. എത്ര മാക്സിമം എമൗണ്ട് കൊടുക്കാൻ? എത്രയാണ് മെമ്പർ റിലീഫ് ഫണ്ട്? എത്രയാണ്? 1,00,000 രൂപയാണ് കേട്ടോ. 1,00,000 രൂപ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. മാക്സിമം 1,00,000 രൂപ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ലാസ്റ്റ് ക്വസ്റ്റൻ നോക്കിയേ. A rise in operating ratio indicates. A rise in operating ratio indicates. Option A decline in efficiency, option B increase in efficiency, option C stagnation of efficiency, option D none of this. ആൻസർ ചെയ്ത് വരും. ഓപ്ഷൻ എ ഡിക്ലൈൻ ഇൻ എഫിഷ്യൻസി ആണ് കേട്ടോ. ഡിക്ലൈനിങ് ഇൻ എഫിഷ്യൻസി ആണ് ആൻസർ ആയിട്ട് വരുന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ 10/24 മുഴുവൻ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്നലെ ഇംഗ്ലീഷിന്റെ പാർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടില്ലെങ്കിൽ കാണുക. അതുപോലെ തന്നെ ആദ്യത്തെ ഈ പറയുന്ന 61 മുതൽ 80 വരെയുള്ള ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ് ആയിട്ട് ഇന്നലെ ലൈവ് സെഷൻ ഉണ്ടായിരുന്നു. ജസ്റ്റ് അതും കൂടി ഒന്ന് കണ്ടതിന് ശേഷം ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് ഒന്നുകൂടെയൊക്കെ ഒന്ന് മനസ്സിലാക്കി പഠിച്ച് അറിയാത്ത പോയിന്റ്സ് ഒക്കെ ഒന്ന് കുറിച്ച് വെച്ച് നന്നായിട്ട് പഠനം തൊട്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, താങ്ക് യു.